വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്ന കാര്യം, ഇന്നലെ കണ്ണൂരൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് കഴിഞ്ഞാലും ഞാൻ സിനിമയ്ക്ക് പാട്ട് എഴുതി കഴിഞ്ഞാൽ പാട്ടിൻ്റെ ജോലി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലെത്തണം എന്നൊരു ചിന്തയാണ്. വീട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സ്ഥലം. ഞാനിപ്പോൾ ഇതിനോട് പറഞ്ഞു, ഒരു പുതിയ ഒരു പേര്, അവൾ ഉള്ള ഇടം. അവളുള്ള ഇടമാണ് വീട് അല്ലേ? കാമുകിമാരുണ്ടാവും, ഹോട്ടലിൽ മുറിയെടുക്കുക, സുന്ദരിമാരായിരിക്കും ഭാര്യയേക്കാൾ. പക്ഷെ അവൾ ഉണ്ടാകുന്നൊരു ഇടമാണ് വീട്. അപ്പം അങ്ങോട്ട് എത്തുക എന്നുള്ളൊരു വലിയൊരു സുഖമാണ്. എന്തായാലും എന്നെ ക്ഷണിച്ചത് എൻ്റെ അസറ്റ് ഹോംസ് എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഹൗസ് വെച്ചാൽ തരും, ഞങ്ങൾ പാട്ട് എഴുതുകാർ ഈ പ്രാസം നോക്കുമല്ലോ. അസറ്റ് ഹൗസ് സാ ഉണ്ട് അല്ലേ? പക്ഷേ ഹോം എന്തിനാണ് വെച്ചത്? അവിടെ ഹൗസ് ഹോമാകുന്നതാണ് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ. നമുക്ക് വീട് നിർമ്മിക്കാം. പണ്ട് കാലത്ത് നമ്മൾ പിന്നെ എന്തായാലും ഒരു കാര്യം ചെയ്യും, എത്രയും പേര് ഇല്ല, ഓരോരുത്തരും വീടെന്നുള്ള സ്വപ്നം ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഉള്ളൂ. വയലാറിൻ്റെ പാട്ട് പോലെയാണ്. അങ്ങനെ തുടങ്ങും അല്ലേ? അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി എന്നാ തുടങ്ങിയതാ പ്രപഞ്ച നിർമ്മാണം. ഇപ്പോഴും തുടരുക. അതാണിപ്പം സുല്ലം ചെയ്യുന്നത്. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ഇതൊരു കടമയാണ് നമ്മുടെ. കാര്യം മൃഗങ്ങൾക്കോ ഒരു പക്ഷേ കിളികൾക്ക് പിന്നെ ഉണ്ടാവും. അവർ നിർമ്മിക്കുന്ന കിളികൾ കൂട് വയ്ക്കും ഇല്ലേ? മൃഗങ്ങൾ വയ്ക്കുമെന്നറിയില്ല. ആരെങ്കിലും ആക്രമിച്ച് അവൻ്റെ വീട് കീഴ്പ്പെടുത്തി അവനെ കൊന്നിട്ട് അതിന് കയറി താമസിക്കുന്ന ഒരു സംസ്കാരം പണ്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറയാം, അവൾ ഉള്ള ഇടം എന്ന് വെച്ചാൽ ഒരു പെണ്ണ് അലഞ്ഞോ ആണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടുമ്പോൾ അവളുടെ കൈ പിടിച്ചിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ അലയില്ലേ, നീയും അലയില്ലേ? അല്ല, നിനക്കൊരിടമുണ്ട്. അങ്ങനെയാണ് ആൺ മനസ്സിലേക്ക് വീടുണ്ടാകണം, അവളെ സംരക്ഷിക്കണം എന്നുള്ള ബോധം ഉണ്ടാകുന്ന അവിടെയാണ്. ഭാസ്കരൻ മാഷിൻ്റെ ഏറ്റവും നല്ല ഒത്തിരി പാട്ടുണ്ട് കേട്ടോ. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും ഒരു കാര്യം ഞങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഇന്നും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട് വീട്ടിൽ. നമ്മളെല്ലാവരും ഈ സമ്പാദ്യം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവില്ല. ഇത് നഷ്ടപ്പെടുമോ, വീട് നഷ്ടപ്പെടുമോ? അപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളിലേക്കും ഈശ്വരനിലേക്കൊക്കെ നമ്മൾ ചിന്ത പോകുന്നല്ലേ. ഇത് പോയാൽ തീർന്നില്ലേ? അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിനോടൊക്കെ ചോദിച്ചു, ഞാൻ വാസ്തു ആൾക്കാരുടെ ഒരു ജ്യോത്സ്യന്മാരുടെ വാസ്തുക്കാരുടെ ഒരു സമ്മേളനത്തിൽ ഞാൻ പോയിരുന്നു. ഞാൻ സുനിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ, ഉരുണ്ട ഭൂമിക്ക് എവിടെയാ മൂല? നമ്മൾ കന്യമൂല എന്നൊക്കെ പറയൂലേ? ഞാൻ അദ്ദേഹം ഉത്തരം പറഞ്ഞു. അദ്ദേഹത്തിന് ഉത്തരം ഉണ്ടായിരുന്നു കേട്ടോ, ജ്യോത്സ്യന്മാർ പറഞ്ഞില്ല. കാര്യം ഭൂമി ഉരുണ്ടോണ്ടിരിക്കുകയാണ്, ഉരുണ്ടതാണ്. അതിന് കന്യമൂലയുടെ ആവശ്യമുണ്ടോ? നമ്മളെ കന്യമൂല ഗണപതിയുടെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ പേടിപ്പിക്കും. അവിടെ ബെഡ്റൂം വേണം, ബാത്റൂം പാടില്ല എന്ന് പേടിപ്പിക്കും. പക്ഷേ ഉരുണ്ട ഭൂമിക്ക് മൂലയില്ല. മാത്രമല്ല ഭൂമി ചലിക്കുന്നതല്ലേ, എന്നും കന്യമൂല ഒരു സ്ഥലത്തിരിക്കുക. ഇവർ റൊട്ടേറ്റ് ചെയ്യുന്നതല്ലേ. ഈ റൊട്ടേഷനിൽ നടക്കുമ്പോഴത്തേക്കും ഒരു സ്ഥിരമായ മൂലയുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ട് എന്ന് പറയുന്ന ഒറ്റ വിഭാഗമാണ് മനുഷ്യൻ. ബാക്കി ആർക്കും അതില്ല, നമുക്കേ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഉറച്ച തീരുമാനം അത് ചെയ്തത്. പക്ഷെ ഒരു കാര്യം നമ്മളെപ്പോഴും ഭയമില്ലാണ്ട് ഒരു വീട്ടിൽ താമസിക്കും. അത് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. ഏറ്റവും സ്വതന്ത്രമായിട്ടും ഭയമില്ലാണ്ടും എനിക്ക് താമസിക്കാനും ഇരിക്കാനും പറ്റിയൊരു സ്ഥലം വീടാണ്. വീട് കിളിക്കൂട് അമ്മ കിളി ഒന്ന് പാട്, കേട്ടില്ലേ പാട്ട്? അങ്ങനെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം. എന്തിനാ ഈ വൈകുന്നേരം ദൈവത്തിനെ വിളിക്കുന്നറിയോ? നമുക്ക് പലർക്കും അറിയില്ല എന്തിനാ നാമം ജപിക്കുന്നത്.
കാര്യം ഇനി ഇരുളാൻ പോവുകയാണ് ജീവിതം. ഞാൻ വീട്ടിലേക്ക് എത്തി, ഞാൻ നാളെ രാവിലെ ഉണരുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും കാര്യം അതാ. പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വരുമോ എന്നൊരു ഉറപ്പും നമുക്കില്ല. അപ്പം ആ ഇരുട്ടിലേക്ക് പോകുമ്പോൾ നാളെ വീണ്ടും പുലർകാലം ഉണ്ടാവണേ, നാളെ എഴുന്നേൽക്കണേ, ഇതുള്ള ബോധമാണത്, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കത് ഉറപ്പായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ വാസ്തുശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളെല്ലാം പലരും വല്ലാണ്ട് നമ്മളെ ഫെങ്ഷുയി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് മനുഷ്യൻ കൊല്ലുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഏറ്റവും സമാധാനത്തോടെ ഇരിക്കാവുന്ന ഒരു സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞ വീടതാണ്. അവിടെ നമ്മൾ ഇതിനകത്ത് പെർഫെക്ഷൻ്റെ പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഭയമുണ്ടാവും. ഭയം ഉണ്ടാവരുത് വീട് വയ്ക്കും. ഇപ്പം ബിയോണ്ട് സ്ക്വയർ 32 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് വലിയൊരു 32 കല്ലാണ്. ഞങ്ങളതൊന്നും ഇന്ന് വർത്തമാനം പറഞ്ഞത്. ഇതേ ഇന്ന് വേറൊരു കാര്യം പറഞ്ഞോട്ടോ, കാട്ടാളൻ നാട്ടാളനാകുന്നതാണ് വീട്. വാൽമീകി രത്നാകരനായിരുന്ന സമയത്ത് അല്ലേ, കാട്ടാളനായിരുന്നല്ലോ, അവനെ സംസ്കരിച്ച് നാട്ടാളനാക്കിയതാണ്. നമ്മളൊക്കെ എങ്ങനെയാണ്? നമ്മളെല്ലാം മൃഗമാണ് അടിസ്ഥാനപരമായിട്ട്. നമ്മളെല്ലാം മൃഗീയതയുണ്ട്. പക്ഷെ നമ്മൾ ചില കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുള്ളൂ, അങ്ങനെ ആവരുത്. കന്യമാസത്തിൽ പട്ടിക്ക് തോന്നുന്ന വിചാരമൊക്കെ നമുക്ക് എല്ലാ മാസവും ഉണ്ട് ഇല്ലേ? പട്ടിക്ക് അത്രയെങ്കിലും മാന്യതയുണ്ട്, അതിന് കന്യമാസത്തിൽ പ്രശ്നമുണ്ട്. പക്ഷെ നമുക്കെല്ലാം ഉണ്ട്. എങ്കിലും ആ മാന്യത ഉണ്ടാകുന്നത് കൂടെ ഒരു പെണ്ണ് വരുമ്പോഴാണ്. ആ കൂടെ വരുന്ന പെണ്ണിന് ഇരിക്കാൻ ഇടം കൊടുക്കുന്നതാണ് വീട്. കാമുകിയെ നമുക്ക് എവിടെയും നമുക്ക് കാണാം അല്ലേ, ഒരു സംശയം. പക്ഷെ ഒരു വീട്, ഭാര്യയെ കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മളെ നോക്കുക എന്ന് പറയുന്നൊരു സ്ഥലമാണ് വീട്. ഇതിൻ്റെ പെർഫെക്ഷൻ്റെ കാര്യം ഞാൻ പറയാൻ കാര്യം, ഒരിക്കലും പെർഫെക്ഷനിലേക്ക് പോകരുത് കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ കുറവ്, അമ്പലത്തിൽ വിഗ്രഹം ഉണ്ടാക്കുമ്പോഴും ഉത്സവം കഴിയുമ്പോഴും പൂജാരിയും അവരൊക്കെ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ചെറിയ ഒരു പോരായ്മ ഇട്ടിട്ടേ അവർ പോകുള്ളൂ. പെർഫെക്ഷൻ ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയാൽ അത് ചിലപ്പോൾ അവിടെ ഹംസഗാനം, സ്വാൻ സോങ് എന്ന് പറയില്ലേ, അവസാനത്തെ ഗാനമായിട്ട് മാറും. വയലാറിൻ്റെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പമായിരുന്നു, നമ്മളെ കൊണ്ട് ചെയ്യിക്കും പ്രകൃതി. രമേശൻ നായർ എന്നുള്ള എഴുത്തുകാരൻ പെർഫെക്ഷനിലേക്ക് പോയപ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ്, മറ്റേ നിങ്ങൾ കേട്ടില്ലേ, ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി. അതിനകത്ത് അങ്ങനെ അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഓലക്കുടയിൽ നിൻ പീലിക്കണ്ണെന്നിന് നീ പണ്ടേ മറന്നു വെച്ചു. കുചേലൻ്റെ കുടയാണ്, ചോരുന്ന കുടയാണ്. പക്ഷെ അത് നിന്റെ കണ്ണാണ് കൃഷ്ണ, ആ കണ്ണ് നിന്റെയാണ്, അത് ചോരുന്ന കുടയല്ല, നിന്റെ കണ്ണാണ്. നീ എന്തിനാ മറന്നു വെച്ചത്? സംഗീതരന്ധരങ്ങൾ 9 കുടുങ്ങി എന്തിനൻ മെയിൽ ഒളിച്ചു വെച്ചു, നിനക്ക് വേണ്ടേ? അങ്ങനെ പറയരുത്. നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. പെർഫെക്ഷൻ എന്നുള്ള സംഭവം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. വയലാറ് തന്നെയാണ് ഈ മനോഹര തീരത്ത് വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ. അപ്പം എപ്പോഴും വീടുണ്ടാക്കുമ്പോഴും വീട് ശാന്തമാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ വഴക്കുണ്ടാകും കേട്ടോ. വഴക്കില്ലാത്ത വീട് വീടല്ല. പിന്നെ ഇതിൽ നമ്മൾ ഈ ഇടതുവഴികളിൽ പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സങ്കടമാണ്, ഇവിടെ ഒരു കുഞ്ഞുകാലം ഓടി കളിക്കുന്നില്ല, വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഇതിങ്ങനെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഒരു സുഖമില്ല. അവരുടെ വഴക്ക്, അവരുടെ ബഹളം, ഇടയ്ക്ക് അച്ഛൻ്റെ ശാസന, അപ്പോൾ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടി, ഇതൊക്കെ ഉണ്ടാകുന്നത്. പെർഫെക്ഷൻ ഒരിക്കലും ഉണ്ടാവരുത്. അതിന് ഞാനൊരു കാര്യം പറയാം, അത് ഒരു കഥയാണ്. ഒരു രാജാവിന് അസലായിട്ടൊരു വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജ്യോത്സ്യൻ പറഞ്ഞു, വേണ്ട, അങ്ങ് വീട് വയ്ക്കുന്ന കുഴപ്പമില്ല, അങ്ങയുടെ ഭാര്യയ്ക്കൊരു അല്പായുസ്സുകാരി, അതുകൊണ്ട് എപ്പോഴും അവരുടെ ലൈവായിട്ട് ഭിത്തി അപ്പുറത്ത് അങ്ങനെ 1 മാസം കഴിഞ്ഞു. ഇദ്ദേഹം ഇങ്ങനെ വരച്ച് അവസാനത്തെ മിനുക്കുപണിയിൽ ഇങ്ങനെ ഇരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ എല്ലായിടത്തും നോക്കിയപ്പം ഈ ബ്രഷിൽ നിന്ന് ഒരു തുള്ളി മഷി ആ ചിത്രത്തിൻ്റെ ഇടത്ത് ഭാഗത്തെ രാജ്ഞിയുടെ വയറിൽ വീണു. ചിത്രം പോയില്ലേ? കാര്യം അത് വരാൻ പാടില്ല. അവിടെ അറിയാണ്ട് കയ്യിൽ നിന്ന് തെന്നിപ്പോയത്. രാജാവ് വന്ന് ചോദിച്ചു, എങ്ങനെയാണ്? ഇല്ല, ആയില്ല തിരുമേനി, എനിക്കൊരു മാസം കൊണ്ട് തരണം. അപ്പം ഒത്തിരി ഇറിറ്റേഷൻ ഉണ്ടായിരുന്ന രാജാവിന്. എന്തായാലും ശരി, 1 മാസം കൊണ്ട് തരാം. 1 മാസം കൊണ്ട് കൊടുത്ത് വീണ്ടും ഇതേപോലെ ആവർത്തനം വന്നപ്പോൾ അതേ സ്ഥലത്ത് വീണ്ടും ഇത് വന്നു, മഷി വീണു. രണ്ടാമതേയും ചോദിച്ചപ്പോൾ ഇനി നിനക്ക് അവസരം തരില്ല, ഇനി നീ 3ാമത്തെ അവസരത്തിൽ നീ വരച്ച് കാണിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും.
അങ്ങനെ 3-ാം മാസം അദ്ദേഹം വരച്ചു. അതേ സ്ഥലത്ത് മഷി വീണു. കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല, കുന്നുകളയില്ല, രാജകൽപ്പനയല്ലേ. കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ എല്ലാം നോക്കി രാജാവിന് ഇഷ്ടപ്പെട്ടു. ഇത്രയും സുന്ദരമായ ചിത്രം. അങ്ങനെ നോക്കി വരുമ്പോൾ വയറിൻ്റെ താഴെ ഒരു കറുത്ത പുള്ളി 3 വട്ടം അത് വീണു. അതെന്താ അത്? രാജാവ് ചോദിച്ചു. അങ്ങയുടെ ഭാര്യയ്ക്ക് അവിടെ ഒരു മറുകുണ്ട്, കൊന്നു കളഞ്ഞു. നീ എങ്ങനെ കണ്ടു? പെരുന്തച്ഛൻ, MD യുടെ പെരുന്തച്ഛൻ ഇതാണ്, കൊന്നു കളഞ്ഞു മനുഷ്യൻ. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട പെർഫെക്ഷൻ എന്നുള്ള സംഭവം അത് വേണ്ട കേട്ടോ ജീവിതത്തിൽ. വീട് വയ്ക്കുമ്പോഴും ഒക്കെ ശരിയാണ്, അദ്ദേഹം ചെയ്തോട്ടെ. കാരണം അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, മറ്റൊരാൾക്ക് വേണ്ടി. അപ്പം തന്നെ പെർഫെക്ഷൻ തീർന്നു. അപ്പോൾ വേറൊരാൾ എടുക്കുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ അല്ല, പക്ഷെ ഞാൻ വാങ്ങിയതാണ് എന്ന് പറയുന്ന പോലെ നമ്മളെ വാടകക്കാരാണ് ശരിക്കും ഭൂമിയിലല്ലേ? അങ്ങനെയല്ലേ? നമ്മളെല്ലാം വാടകക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് എപ്പോഴാണ് ജനിക്കുന്നത് എപ്പോഴാണ് മരിക്കുന്നത് നമുക്കറിയില്ല. ജനിക്കുന്നത് പിന്നെ നമുക്ക് കണക്കൂട്ടാം, പക്ഷെ മരണം നമുക്കറിയില്ല. ജനിക്കുമ്പോൾ പേരില്ല, ശ്വാസമുണ്ട്. മരിക്കുമ്പോൾ പേരുണ്ട്, ശ്വാസമില്ല. അപ്പോൾ ശ്വാസത്തിനും പേരിനും ഇടയ്ക്കുള്ളൊരു കാലയളവാണ് ജീവിതം എന്നാണ് ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെയാണ് കാര്യം. അവിടെയാണ് നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നാ ബോധ്യപ്പെടുത്താൻ. അടുത്ത തലമുറയ്ക്ക് ഇതാരുടെ വീടാണ്, ഇത് അച്ഛൻ വെച്ചതാണ്, മുത്തച്ഛൻ വെച്ചതാണ് എന്ന് പറയാൻ ഒരു ഒരു നമ്മളുടേതായ ഒരു സ്മാരകം നമ്മൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ സാധാരണ തിരിച്ചല്ലേ, മരിച്ചു കഴിഞ്ഞല്ലേ എല്ലാവരും സ്മാരകം ഉണ്ടാക്കുന്നത്. ഇതല്ല, ഞാൻ ഈ ഭൂമിയിലുണ്ടായിരുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതാണ് വീട്. അത് ഈ പറഞ്ഞ പോലെ ഭൂമിയിൽ തൊട്ട് നിൽക്കാം, തൊടാണ്ട് നിൽക്കാം. ICU എന്ന് പറഞ്ഞ മറ്റേ അച്ഛൻ, തൃശ്ശൂർ അച്ഛൻ പറഞ്ഞ പോലെ ICU ആശുപത്രിയാണ്. ICU അറിയാൽ ഇൻറ്റൻസീവ് കെയർ ഉണ്ടെന്നാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ ദൈവമേ നിന്നെ കാണുന്നു, അങ്ങോട്ട് വരാൻ പോവുക എന്ന് പറയുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്ന ഒരു കുറ്റബോധം ഇല്ലാണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്തോ കരുതി വച്ചു. അത് ഒരു വീട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പണം അത്ര നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതല്ല, കാര്യം അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ ഒരു വീട് എന്ന് പറയുന്നത് തീർച്ചയായും ഞാൻ ഇപ്പോഴും പറയുന്ന സുനിയോട്, അവളുള്ള ഇടമാണ് എനിക്ക് വീട്. എന്ത് രസമെന്നറിയാം, ഒരു കാമുകി വന്നാലും അവൾ ഇറങ്ങി പോയില്ലേ, പക്ഷെ ഇതെപ്പോഴും ഉണ്ടാവും. അപ്പം അവളുള്ള ഇടത്തേക്ക് നമ്മൾ ചെല്ലാനുള്ള നമ്മുടെ വ്യഗ്രത കൂടണമെങ്കിൽ നമുക്കൊരു വീട് വേണം. ആരെ വിളിക്കാനാണെങ്കിൽ ഒന്ന് വിളിച്ച് ബാ, എനിക്ക് വീടുണ്ട്, ഒന്ന് കയറി കിടക്ക് എന്ന് പറയാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു സുഖമുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനമാണ് ഈ ഭൂമി തന്നിരിക്കുന്ന അത് കുഴിച്ച്. സീത ഏറ്റവും വലിയ ഉദാഹരണം കേട്ടോ, ഒന്ന് ഓർത്ത് നോക്കണ്ട. രാമായണത്തിന് ഏറ്റവും വലിയ നമ്മളെല്ലാവരും മറ്റേ ജാതിയും രാഷ്ട്രീയമൊക്കെ പറഞ്ഞു, അതൊന്നുമില്ല. അവതാരങ്ങളുടെ 10 നമ്മളറിയാലോ, 9 അവതാരം വന്ന് കൽക്കി വരാൻ പോകുന്നേ ഉള്ളൂ, ജനിച്ചിട്ടില്ല കലി. മത്സ്യക്കൂർമ്മ വരാഹം, കടലിൽ ജീവിച്ചു. നമ്മളെല്ലാം വെള്ളത്തിലാണ് ജീവിക്കുന്നത്, മദ്യമല്ല കേട്ടോ, വെള്ളത്തിലാണ് നമ്മൾ എല്ലാവരും. അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ വെള്ളത്തിലാണ് കിടക്കുന്നത് അല്ലേ? പുരുഷൻ്റെ ബീജം അങ്ങോട്ട് കയറുന്നത് അത് ജലമാണ്. അപ്പം ജീവനുണ്ടാകുന്നത് ജലത്തിലാണ്. അതാണ് നമ്മുടെ പുരാണം പറയുന്നത്. ആദ്യം ഉണ്ടാകുന്ന മത്സ്യം പ്രളയകാലം കഴിഞ്ഞ് മൊത്തം ഒന്നുമില്ലാണ്ടാകുമ്പോൾ മത്സ്യമായിട്ട് ജീവിച്ച് അത് കഴിഞ്ഞ് അവൻ കൂർമ്മമാകും. കരയിലും കടലിലും ജീവിക്കാൻ, വെള്ളത്തിലും കരയിലും ജീവിക്കാവുന്ന അഡാപ്റ്റേഷൻ വരും. കാര്യം പൂർണ്ണമായിട്ട് പറ്റില്ല, ഇടയ്ക്ക് വെള്ളത്തിലേക്ക് പോകണം. അതിനാണ് ആമ. അവിടെ നിന്ന് ആമ കഴിഞ്ഞിട്ട് നേരെ പന്നിയായി, നരസിംഹം അല്ല വരാഹമായി. വരാഹത്തിൽ തന്നെയാണ് കൃത്യമായിട്ടൊരു പ്രാകൃതമായ മൃഗമാണ് നമ്മൾ, എന്തും വലിച്ചു വാരി തിന്നുന്ന സാധനം. അത് കഴിഞ്ഞ് പാതി മനുഷ്യൻ പാതി മൃഗം, നരസിംഹം. അപ്പോഴും മൃഗത്തിൻ്റെ തലയാണ്, മനുഷ്യൻ്റെ ബുദ്ധിയല്ല, മൃഗത്തിൻ്റെയാണ്. ആ മനുഷ്യൻ അത് കഴിഞ്ഞാണ് ഇത്തിരി ഇല്ലാത്ത വാമനൻ വരുന്നത്. വാമനൻ കുട്ടി മനുഷ്യനാണ്, പൂർണ്ണമായും മനുഷ്യരൂപമായി. അതിനു മുമ്പ് വരെ പകുതി മൃഗവും പകുതി മനുഷ്യനും വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ വാമനൻ വന്ന് കുട്ടി. അത് കഴിഞ്ഞാണ് വരുന്ന പരശുരാമൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭൂമി കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്, ഇങ്ങനൊരു ഭൂമിയുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചത് അലഞ്ഞു നടന്നിരുന്ന മനുഷ്യ സമൂഹം എവിടെയെങ്കിലും ഒരിടത്ത് വേണം, എനിക്ക് എന്തെങ്കിലും വേണം എന്നുള്ള ബോധം ഉണ്ടായത് നദീതീരത്താണ്. നദീതീരത്താണ് സെറ്റിൽമെൻറ്റ് തുടങ്ങിയത്. കൃഷി സംസ്കാരം, അങ്ങനെയാണ് ആദ്യത്തെ സെറ്റിൽമെൻറ്റ്.
അപ്പോൾ സെറ്റിൽമെൻറ്റ് താമസിക്കുന്ന സമയത്താണ് നമുക്ക് എവിടെ താമസിക്കണം. അപ്പോൾ എനിക്ക് താമസിക്കാൻ മഴ കൊള്ളാണ്ട്, വെയിൽ കൊള്ളാണ്ട്, മഞ്ഞ് കൊള്ളാണ്ട് ഒരു കൂര വേണം എന്ന സംസ്കാരം തുടങ്ങിയത് ബലരാമന് ശേഷം വന്ന ശ്രീരാമ കാലഘട്ടത്തിലാണ്. കുടുംബജീവിതം എന്താണെന്ന് നമ്മൾ പഠിച്ചവിടെ. അതിനു മുമ്പൊന്നുമില്ലായിരുന്നു. ഹിരണ്യകശിപുവിനും ഒക്കെ ഭാര്യമാരുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പരശുരാമനാണെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ട് രേണുകയെ കൊന്നതാണ്, അമ്മയെ കൊന്നവനാണ് പരശുരാമൻ. കാര്യം അവിടെ കുടുംബ ബന്ധത്തിന് അർത്ഥമില്ല. പക്ഷെ കുടുംബ ബന്ധം ഉണ്ടാകുന്നതിൻ്റെ കാരണം വീടാണ്. അവിടെയാണ് രാമൻ്റെ പരാജയമോടെയാണ്. കാരണം കാട്ടിലേക്ക് പോകാൻ വിധിച്ചതല്ല, നമ്മൾ കാടന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് തിരിച്ച് വീണ്ടും രാമനെ കാട്ടിലേക്ക് വിടുന്നത്. പദവിയും ഒന്നുമല്ല, കൊട്ടാരമല്ല, നീ കാട്ടിലേക്ക് പോകും, നിനക്ക് കുടുംബം എന്താണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ഇത് അലയണം. അങ്ങനെ പോയിട്ട് അവസാനം അവൾ പോയപ്പോൾ, ആര്? സീത. അവൾ പോയപ്പോഴത്തേക്ക് എന്തെല്ലാം അധികാരം കിട്ടിയിട്ടും അവളില്ലാത്തൊരു ഇടം, അത് വീടല്ലായിരുന്നു. അങ്ങനെയാണ് അവസാനം സരയൂ നദിയിലേക്ക് തൻ്റെ പ്രാണനാകുന്ന വിളക്കെടുത്തുകൊണ്ട്, പ്രാണനാണ്, നമ്മളെല്ലാം കാണുമ്പോൾ പറയും മൺചിരാതിൽ ഒരു വിളക്കുമായിട്ട് സരയൂ നദിയിലേക്ക് രാമൻ ഇറങ്ങിപ്പോയി എന്നൊക്കെ വായിക്കും. അതല്ല, സ്വന്തം പ്രാണനാളമാണ്. അവളില്ല ഇവിടെ, അവൾ തിരിച്ചുപോയി. അപ്പം അവളുള്ളിടത്തേക്ക് ചെല്ലുന്നതാണ് പുരുഷൻ്റെ ധർമ്മം എന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് വീട്. അത് ഇപ്പം എത്ര പേർക്ക് പറ്റും സ്വന്തം നിർമ്മിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കുറേ വിഷമിച്ചത് ഞാൻ വീട് വയ്ക്കാനായിട്ട് പാടുപെട്ടാണെങ്കിലും ചെയ്തു തീർത്തു, അതിൻ്റെ ഓടും തീർന്നു. ഇപ്പം ഞാൻ ഈ ഭൂമിയിലെ ബഷീർ പറയുന്ന പോലെ ഭൂമിയുടെ അവകാശിയാണ് ഞാൻ എന്നെനിക്ക് ബോധ്യപ്പെടുത്താൻ എൻ്റെ ഒരു ഇടമുണ്ട്, എൻ്റെ ഇടത്ത് അവളുണ്ട്. ഒന്ന് ഓർത്തു, എന്ത് രസമല്ലേ? ഇപ്പം നമുക്ക് പൈസ ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ ഇവിടുന്ന് കടന്നേനെ. അതൊരു സുഖമാണ്, അവളുള്ള ഇടം. എനിക്ക് സുനിനോട് പറയേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. അത് വലിയൊരു സുഖമാണ് കേട്ടോ. അങ്ങോട്ട് നമ്മൾ എവിടെ പോയാലും രണ്ട് കണ്ണ് കാത്തിരിക്കുന്നു ഉറങ്ങാതെ. എവിടെ ഉണ്ട് വേറെ? ലോഡ്ജിലുണ്ടാവുമോ? ഇപ്പം TRA ഞാൻ താമസിച്ചു, എന്നെ ആരും നോക്കിയിരിക്കുന്നില്ല, അവിടുത്തെ റിസപ്ഷനിസ്റ്റ് നോക്കിയിരിക്കില്ല, മുറിക്കാരും നോക്കിയിരിക്കില്ല, ഒപ്പിട്ട് കഴിഞ്ഞ് നമ്മളീ പോകും. പക്ഷേ എവിടെ പോയാലും രണ്ട് കണ്ണ് നോക്കാൻ ഒരിടമുള്ള സ്ഥലം, രണ്ട് കണ്ണ് ഇരിപ്പുണ്ട്, ഉറങ്ങാണ്ടും ഉറങ്ങിയും. ആ ഇടമാണ് വീട്. അതാണ് സുനിലെ പോലുള്ളവർ ചെയ്തു കൊടുക്കുന്നത്. അലഞ്ഞു നടക്കുന്ന പുരുഷനെ എവിടെയെങ്കിലും പിടിച്ച് ബന്ധിക്കാനായിട്ട് ഒരു വെളും വേണം, ഒരു പെണ്ണും വേണം, അവളെ സംരക്ഷിക്കാൻ, അവന് കഴിയാവുന്ന സംരക്ഷണം കൊടുക്കാൻ ഒരു വീടും വേണം എന്ന് പറയുന്നൊരു സുഖമൊന്നും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. വേണമെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാൻ തരണമെങ്കിൽ മേടിച്ചോളാം കേട്ടോ. അല്ല, ഒരു പ്രചോദനമാണത്. നമ്മുടെ ഇല്ലാതെ ഉണ്ടാ പൈസ, പക്ഷെ അത് വേണം കേട്ടോ. അത് വലിയൊരു കാര്യം, വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വയലാറ് പറഞ്ഞ പോലെ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ അല്ലേ? സ്ത്രീധനമാണ്. അപ്പം നമ്മളെല്ലാവരും പറയും സ്ത്രീധനം പുരുഷൻ്റെ അവകാശമല്ല. ഒരച്ഛൻ മകൾക്ക് കൊടുക്കുന്ന സ്വത്താണ് സ്ത്രീധനം. പ്രപഞ്ചമാകുന്ന പുരുഷൻ മകളാകുന്ന ഭൂമിക്ക് കൊടുത്ത സ്വത്താണ് സ്ത്രീധനം. പുഴകളും മലകളും അതിൻ്റെ തീരത്താണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ എവിടെ പോയി ഞാനിപ്പോൾ 3-4 സ്ഥലത്ത് ഇതിന് പ്രോപ്പർട്ടിയിൽ പോയിട്ടുണ്ട്. ഈ ഒഴുക്ക് എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൃത്രിമമാണെങ്കിലും നമുക്ക് ഫീൽ. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് കാറ്റുകൊണ്ട് ഒഴുകുന്നതാണ് തോന്നുന്നത്. സാധാരണ പുഴകൾ പിന്നെ കിഴക്കുന്ന് പടിഞ്ഞാട്ടാണ് ഒഴുകുന്നത് അല്ലേ? മലവെള്ളം വീണ് താഴെ അങ്ങോട്ടല്ലേ പോകുന്നത്. ഇത് പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് ഒഴുകുക. 3 നദിയുണ്ട് കേരളത്തിൽ. 44 നദികളുള്ള നാടാണ് നമ്മുടെ. അതിൽ 3 നദി മാത്രമേ ഉള്ളൂ പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് ഒഴുകുന്നത്, കബനി ഉൾപ്പെടെ. അപ്പം അങ്ങനെ ചെയ്യാം. നമുക്ക് പ്രകൃതിയോട് തിരിച്ച് ചോദിക്കാൻ, നമുക്ക് പറയാൻ എൻ്റെ ഒരു വ്യക്തിത്വം ഉണ്ട്, എൻ്റെ കയ്യൊപ്പുണ്ട് എന്ന് പറയാനായിട്ട് ഞാനൊരു സാധനം ഇവിടെ വച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഒരു സുഖമുള്ള കാര്യമാണ് വീട് എന്ന് എനിക്ക് തോന്നിയപ്പോഴും. അപ്പോൾ എപ്പോഴും അത് നമ്മൾ എന്നും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നാളെ എൻ്റെ മോൾക്ക്, എനിക്കൊരു മോളേ ഉള്ളൂ, ഇന്ത്യൻ ഡിസൈനറാണ്, പിന്നെ സുനിൽ ജോലിയൊന്നും കൊടുത്തിട്ടില്ല കൂടെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അച്ഛനും അമ്മയും ഉള്ള സ്ഥലം എന്ന് പറയില്ലേ, അച്ഛനും അമ്മയുള്ളൊരു സ്ഥലത്തേക്ക് എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഓടി വരാൻ ഇന്നത്തെ തലമുറയ്ക്ക് എത്രമാത്രം അതൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. അവർക്ക് അതൊന്നും വേണ്ട. പക്ഷെ അവർക്ക് കയറിയിരിക്കാനൊരു ഇടമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഇതിപ്പോൾ ആകാശത്തിലിങ്ങനെ കെട്ടിപ്പൊക്കുമ്പോഴും
ഇപ്പം വേറൊരു രസമുണ്ട്. ഇപ്പം നമ്മുടെ പാലാ നാരായണൻ്റെ കവിതയുണ്ട്, കേരളം വളരുന്നു. അതെന്ന് വെച്ചാൽ കിഴക്ക് മല, പടിഞ്ഞാറ് കടൽ. ഇതൊന്നും കണ്ടുപിടിക്കണ എത്ര യാത്ര ചെയ്യണം, വേണ്ടേ? ഒന്നും വേണ്ട, ഇതിന് മുകളിൽ കയറിയാൽ മതി. ശരിയല്ലേ? അങ്ങോട്ട് വലിയ മല കാണാം, കിഴക്കേ സഖ്യപർവ്വതം കാണാം, ഇവിടെ കടൽ. അപ്പം ഒരു പാട്ടകലം അല്ലെങ്കിൽ ഒരു 32 അടി എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, ആ അകലത്തിൽ നിന്നുകൊണ്ട് ഈ കേരളം മുഴുവൻ കാണാം. അതൊരു അസറ്റല്ലേ ബുദ്ധിക്ക്, ചിന്തയ്ക്ക്, അല്ലേ? അസറ്റാണ് ഇരിക്കുന്നത്. നമ്മൾ 32 അടിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഈ 3 അടി കൊണ്ടാണ് മറ്റേ പുള്ളി എല്ലാം കൊണ്ടുപോയത്, അല്ലേ? ഗുരുത്വമില്ലായ്മയെന്ന് പറയും. ശുക്രാചാര്യർ പറഞ്ഞു, മഹാബലി അങ്ങ് ഈ നിൽക്കുന്ന ആള് മോശക്കാരനെ കണ്ടത്, എന്തോ ചതിയുണ്ട്, കൊടുക്കല്ലേ, വാക്ക് കൊടുക്കല്ലേ, 3 അടിയൊക്കെ ചോദിക്കും. പക്ഷെ എന്താ കുഴപ്പം? പക്ഷെ കേട്ടില്ല. ദാനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മഹാബലി ദാനം കൊടുത്തു. അങ്ങനെ ദാനം കൊടുത്തപ്പോൾ 2 അടി കൊണ്ട് 3 ലോകങ്ങളൊന്നു. 3-ാമത്തെ അടി തലയിൽ വെച്ചു. ബിയോണ്ട് 32 സ്ക്വയർ ഫീറ്റ്, അല്ലേ? പക്ഷേ അന്നേരം അവിടെ ഓർക്കേണ്ട കാര്യം, ഒരാൾ പറഞ്ഞതാണ് ഈ ചർച്ച, നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. 3-ാമത്തെ തല എന്ന് പറയുന്ന 2 ലോകവും, അല്ല 3 ലോകവും 2 അടി കൊണ്ട് അളന്നവൻ്റെ കാലിൻ്റെ വലിപ്പത്തായിരിക്കും. നിസ്സാരമാണോ? അല്ലേ? 3 ലോകവും അളന്നത് ഒരു വലിയ കാൽപ്പാടാണ്. 3-ാമത്തെ ചുവട് വെച്ചത് മഹാബലിയുടെ തലയിലാണ്. അപ്പം മഹാബലിയുടെ തല എത്ര വലുതായിരിക്കും? അങ്ങേക്കും ആ തലയുണ്ടാവട്ടെ കേട്ടോ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞല്ല, അത്രയും അങ്ങനെ വേണം. ഞാൻ അനാഥനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റും. പക്ഷെ നീ അനാഥനല്ല എന്ന് പറയാനായിട്ട് നിനക്കൊരു ഇടം ഇവിടെ ഉണ്ട്. അതും അവൾ ഉള്ളൊരു ഇടം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ അങ്ങ് കടപ്പെട്ടവനാണെങ്കിൽ ചെയ്യുന്നു. ഇനിയും തുടരുക. 32 എന്നുള്ള പോട്ടെ, പല്ലിൻ്റെ എണ്ണമാണ് നമ്മൾ അത് പറഞ്ഞു കേട്ടോ. 32 എല്ലാവർക്കും വരുന്നില്ല കേട്ടോ. ഈ വിസ്ഡം ടൂത്ത് വരുന്ന കുറേ കഴിഞ്ഞ എനിക്കിപ്പോഴും വന്നിട്ടില്ല, എനിക്കിപ്പോഴും വരില്ല കേട്ടോ, സത്യമാണ്. കാര്യം 32-ാമത്തെ പല്ല് വരുന്നത് വിസ്ഡം ടൂത്താണ്. അത് ഏറ്റവും താഴെയാവും, അവിടെ വേദനിക്കുന്നേ ഉള്ളൂ, പക്ഷെ പല്ല് വന്നിട്ടില്ല. അപ്പോൾ വിവരം ഇല്ലാന്നാണ് തെളിവ്. അത് വിവരം ഉണ്ടാവരുത്, കാരണം പൂർണ്ണത ഒരിക്കലും പൂർണ്ണത ഉണ്ടാവരുത്. പൂർണ്ണത ഉണ്ടായാൽ അപകടമാണ്. പെർഫെക്ഷൻ ഒരിക്കലും വേണം, വീടിനുണ്ടാകണം കേട്ടോ. അപ്പം ശ്രീചക്രം എന്ന നമ്മളെല്ലാം പിന്നെ സൗന്ദര്യലഹരി വായിച്ചാൽ അറിയാം, വിവേകാനന്ദ ശങ്കരാചാര്യരുടെ. ഇത് 17 ഇതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെച്ചിട്ടുള്ള ത്രികോണങ്ങളാണ്. അതിനകത്ത് നടുക്കൊരു കുത്തിയാൽ, ഒരു ബിന്ദു ഇട്ടാൽ അത് വേറൊരു തലത്തിലേക്ക് പോകും. ആ കുത്തില്ലാത്ത ശ്രീചക്രവും കുത്തുള്ള ശ്രീചക്രവും രണ്ടാണ്. ആ ബിന്ദു വരുമ്പോൾ അതിന് പവർ വേറെ എന്ന് പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ മറുകിൻ്റെ അവസ്ഥ. അപ്പം പെർഫെക്ഷൻ ഉണ്ടാകില്ല. പിന്നെ സ്വൈര്യവിഹാരങ്ങളും സങ്കടവും ദുഃഖമൊക്കെ കുറേ കാലം ഇരിക്കട്ടെ. അവനിവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇടമുണ്ടാവട്ടെ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എവിടെയാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. ഈ ആത്മാവം കൊണ്ടാണ് പോകുന്ന നമുക്കറിയില്ല. എന്ത് ചെയ്തിട്ടും ശിവൻ സമ്മതിച്ചില്ല. അവസാനം നിർബന്ധിച്ചപ്പോൾ ശിവൻ പറഞ്ഞു, അച്ഛൻ പഠിപ്പിക്കുന്നതല്ലേ സുഖം. അച്ഛനും ഗുരുവും ഒരാളാകണമെങ്കിൽ ഒരു മകന് ഇത് കൂടുതൽ വരുന്നതിന് മറ്റൊരു വരം വേണോ? അങ്ങ് പഠിപ്പിക്കും, അങ്ങ് എല്ലാം അറിയാവുന്ന ആളല്ലേ. പറഞ്ഞില്ല, അങ്ങ് പഠിപ്പിക്കണം. അങ്ങനെ നിർബന്ധിച്ച് ശിവനെ കൊണ്ട് ആത്മതത്വം പഠിപ്പിക്കുന്നു. ദൂരെ നിന്ന് ദക്ഷിണ വെച്ച് കാലേ കുരിഞ്ഞ് തൊട്ടിട്ട് ദക്ഷിണ വെച്ചിട്ട് പഠിക്കുന്നത് ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന ഒരു പിതാവിൻ്റെ അഭിമാനമാണ്. എൻ്റെ മകൻ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് നേടുന്നു. ദക്ഷിണ വെച്ചു, കാതിൽ ആത്മതത്വം ശിവൻ പഠിച്ചു, കാലം തൊട്ട് തിരിച്ചു. അപ്പം അഭിമാനത്തോടെ അച്ഛൻ ഇവിടെ നിൽക്കുകയാണ്. വ്യാസൻ ശുഗൻ എന്ന മകൻ അടുത്തൂടെ വന്നിട്ട് അച്ഛനെ നോക്കാണ്ട് അവനും കടന്നു. അച്ഛനെ നോക്കിയില്ല. അവൻ നടന്നുമ്പോൾ തിരിച്ച് വിളിച്ചു, ശുഗ മോനെ. 3 വട്ടം വിളിച്ചു. മകൻ നടന്നകന്നു. 4-ാമത്തെ വട്ടം വിളിക്കുമ്പോൾ രൂപം കാണാൻ വയ്യ, അത്ര ദൂരത്ത് പോയി. മറുപടി പറഞ്ഞത് കിളികളും കാറ്റും ഒക്കെയായിരുന്നു. കാര്യം അവൻ പ്രകൃതിയിൽ ലയിച്ചു കഴിഞ്ഞു. അവൻ്റെ ജീവിതം കഴിഞ്ഞു. ഇവിടെ ആത്മതത്വം പഠിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, പെർഫെക്ഷൻ വേണ്ട. കുറച്ച് തോന്നിയവാസം ഇട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വന്നാൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ താമസിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകും. എന്തെങ്കിലും ഒരു പോറലോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ കൊടുക്കാവോ കേട്ടോ. അല്ലെങ്കിൽ അത് വാങ്ങുന്നവന് സങ്കടം വരും.
വീടിനെ കുറിച്ച് എന്താ എനിക്കൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഒരു വീട് വാങ്ങി നിർമ്മിച്ച് ലോൺ അടച്ച് സ്വതന്ത്രനായി ഈ കഴിഞ്ഞ മാസമാണ് എൻ്റെ 6,900 രൂപ ലോൺ ലാസ്റ്റ് കഴിഞ്ഞത്. അപ്പം ഞാനൊരു വീടിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അസറ്റ് ഹോംസിലേക്ക് വരുമ്പോൾ അഭിമാനത്തോടെ പറയാം, ഒരു വീടിന് ഉടമയായി ഞാൻ തന്നെയാണ് ഈ ഒരു ചടങ്ങിലേക്ക് 32 അപ്പുറം 3 അടി 3 അടിയുടെ വില എവിടെയാണ് എന്ന് പറഞ്ഞ പോലെ സുല്ല് ചെയ്യുക. 32 സ്ക്വയർ ഫീറ്റ് നമ്മൾ പോട്ടെ, നമുക്ക് വീണ്ടും 3ഉം 2ഉം കൂടെ ചേർത്ത് 5 ഒക്കെ. പക്ഷേ അന്നേരവും പഠിക്കേണ്ട ഒരു കാര്യം ബഷീറിൻ്റെ കഥ. ബഷീറിനെ കൊണ്ട് നമ്മൾ തോറ്റൊരു മനുഷ്യരാണ്. കണക്ക് കറക്റ്റാണ്. അദ്ദേഹം പറയുമ്പം എഞ്ചിനീയറിംഗ് ആണല്ലോ വീട് 1+1=2 അല്ലേ? പക്ഷെ ബഷീറിൻ്റെ കണക്ക് വേറെയാണ്. ഒന്നും വലിയ ഒന്നാണ്. ജീവിതം എന്ന കണക്കതാണ്. 2 പേര് ചേരുമ്പോൾ വലിയൊരു ഒന്നുണ്ടാകുക. അപ്പോഴാണ് ഹൗസ് ഹോമാകുന്നത് അല്ലേ? 1 2 കാര്യമില്ല. ഭാര്യയും ഭർത്താവും വന്നപ്പോൾ എവിടെയെങ്കിലും വന്നു 2 പേരായിട്ട് എന്താ കാര്യം? അപ്പം ഹൗസ് ഹോമാവില്ല. ഒന്ന് ഇമ്മണി വലിയ ഒന്ന്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇനിയുള്ള ഓരോ പ്രോജക്റ്റിലും ഇനിയിപ്പോൾ എവിടെയൊക്കെ ബീച്ചിലൊക്കെ പണിയാൻ പോകുന്നുണ്ട്, ചെയ്യട്ടെ. എൻ്റെ ഈ കാശുണ്ടെങ്കിൽ ഞാനൊന്നും മേടിച്ചോളാം, ഫ്രീ ആയിട്ട് തരണം, ഞാൻ വാങ്ങിച്ചോളാം. തീർച്ചയായും കേട്ടോ. അതങ്ങനെ ആ ഒരു സങ്കല്പം അതുണ്ടാക്കി കൊടുക്കാൻ ഏത് മനുഷ്യൻ്റെയും പെണ്ണിൻ്റെയും ആണിൻ്റെയും ഒരു സ്വപ്നമാണ്. എനിക്ക് മഴ കൊള്ളാറുണ്ട്, വെയിൽ കൊള്ളാറുണ്ട്, മഞ്ഞ് കൊള്ളാറുണ്ട്, പുതച്ച് കെട്ടിപ്പിടിച്ചിരിക്കാൻ ഒരു കൂട്ടോട് കൂടി. വേഴാമ്പലിൻ്റെ കഥ അറിയാലല്ലേ? എത്ര പേര് അറിയാം വേഴാമ്പൽ? അറിയോ? നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയാണ് വേഴാമ്പൽ. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ആ പക്ഷിയുടെ ഗുണം വെച്ചാൽ ആണും പെണ്ണും ഇണചേർന്ന് കഴിഞ്ഞാൽ അച്ഛൻ പക്ഷി തീറ്റ തിരക്കി പോകും. ഒരു ചെറിയ മരത്തിൻ്റെ പൊത്തിനകത്തായിരിക്കും അമ്മയും മുട്ടയും ഇരിക്കുന്നത്. ആ അമ്മയുടെ ചൂടിലായിരിക്കും മുട്ട വളർന്ന് കുഞ്ഞാകുന്നത്. ഈ മരത്തിൻ്റെ പൊത്തിൽ ഒരു കൊക്ക് കയറാൻ മാത്രമുള്ള വലിപ്പത്തിൽ ഒരു ദ്വാരം ഉണ്ടാകും. ബാക്കി എല്ലാം അടക്കി വരും. എന്തിനാ വെച്ചാൽ അച്ഛൻ കിളി വന്നിട്ട് ഇത് ആഹാരം കൊടുക്കാൻ അമ്മയ്ക്ക്. അപ്പം അത് വെച്ചിട്ടാണ് അതുവരെ അത് അവിടെ ഇരിക്കും. ഈ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് വലുതാകുന്നവരെ അമ്മ അതിനകത്തിരിക്കും. ഇരുന്ന് കഴിഞ്ഞപ്പോഴേ ഈ അച്ഛനെ ഓരോ തവണയും ഇതുകൊണ്ട് കൊടുക്കുക. അങ്ങനെ വിരിഞ്ഞ് കഴിയുമ്പോൾ ചില സമയത്ത് അതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് വേഴാമ്പലിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ബന്ധം കാണിക്കുന്ന പക്ഷി കേരളത്തിൻ്റെ എങ്ങനെ പക്ഷിയായി എന്നുള്ള കാര്യം. ഈ അച്ഛനുകൾ ചിലപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും വേടൻ്റെയോ ഏതെങ്കിലും ഒരു കൂടുതൽ മനുഷ്യൻ്റെ അമ്പേറ്റ് ചത്തുപോയാൽ ഒന്ന് ഓർത്ത് വയ്ക്കും. കാത്തിരിക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും അവർ അതിനകത്തിരുന്ന് മരിക്കും. ഒന്ന് ഓർത്ത് നോക്ക്. അമ്മ പോവില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അച്ഛൻ വന്നില്ല, അച്ഛനുകൾ പോയി, ആരോ കൊന്നു. പക്ഷെ എനിക്ക് എൻ്റെ പുരുഷനുണ്ടാക്കി തന്ന വീടും എൻ്റെ കുഞ്ഞുമാണത്. ഞാൻ ഇവിടെ ഇരിക്കും. അച്ഛൻ വരുന്നോളം കാലം, ഇല്ലെങ്കിൽ അവിടെ ഇരുന്നും മരിക്കും. നമ്മുടെ ദേശീയ പക്ഷിയാണ് കേരളത്തിൻ്റെ കുടുംബത്തിൻ്റെ ഇഷ്ടം. അതാണ് വീട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീടുണ്ടാക്കണം. കഴിയുമെങ്കിൽ സുനിലിനെ കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ട് മേടിക്കാൻ ശ്രമിക്കുക. അല്ല, വീട് വേണം കേട്ടോ, വീട് വേണം. വീടല്ലെങ്കിൽ വലിയ ഒത്തിരി ഉണ്ടല്ലോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഒരു ഒപ്പുണ്ടാക്കാനും ഒരു വീട് വേണം. പക്ഷെ നമ്മളുണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം ഞാൻ എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകും. ആ ഒരു കൊതിയാണ് നമുക്ക്. ആ കൊതിയെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ഒക്കെ സുനിലിനെ പോലുള്ള ആൾക്കാരാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൊതി വളരണം. അതിനനുസരിച്ചിട്ട് സുനിൽ നിർമ്മാണ ശക്തി അസറ്റ് ഹോംസിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഗംഭീരമാവണം എന്ന അപേക്ഷ, പ്രാർത്ഥന. വേറൊന്നും പറയണോ? നമസ്കാരം.